കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായി. 12 വയസ്സുകാരിയെ കാണാതായത് വൈകിട്ട് 5 മണിയോടെയാണ്. കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. വടുതല സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് കാണാതായത്. തൻവി എന്ന കുട്ടിയെയാണ് കാണാതായത്. എളമക്കര പോലീസ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. അഞ്ജലി ശ്രീജിത രാജ് നൽകും വിശദാംശങ്ങൾ. അഞ്ജലി, എന്തെങ്കിലും വിവരം ലഭിച്ചോ കുട്ടിയെക്കുറിച്ച്? എപ്പോഴാണ് കാണാതായത്? ശ്രുതി, ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ഈ തൻവി എന്ന പെൺകുട്ടിയെ 12 വയസ്സുകാരിയെ കാണാതാകുന്നത്. അതായത് 6 മണിയായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് അച്ഛൻ സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ സ്കൂളിൽ നിന്നും സൈക്കിളിൽ പോയി എന്ന വിവരം അറിയുന്നത്. തുടർന്നാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്ലൂർ ഭാഗത്തൊക്കെ പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ CCTV ദൃശ്യത്തിൽ പോലീസ് കുട്ടി പോകുന്നത് മാത്രമാണ്, ആ ഒരു ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. ഇത് കേന്ദ്രീകരിച്ചാണ് ഈ കല്ലൂർ ഭാഗത്തൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കൂടാതെ കുട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ വിഷമങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും കുട്ടി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഇത്തരത്തിൽ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് തുടങ്ങിയ അന്വേഷണങ്ങളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുതുവായ്പ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. കൂടാതെ കല്ലൂർ ഭാഗത്തൊക്കെ നേരത്തെ തിരച്ചിൽ നടത്തിയെന്നാണ് എളമക്കര CA വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടി വൈകുന്നേരം അതായത് 6 മണിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഈ അച്ഛൻ, കുട്ടിയുടെ അച്ഛൻ ഈ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതും പരാതി നൽകുന്നതും. തുടർന്ന് ഉടൻ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പരിശോധന നടത്തി. കൂടാതെ കുട്ടി സഞ്ചരിച്ച വഴികളെല്ലാം ഈ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചു. ഇവിടെ നിന്നാണ് പോലീസിന് കുട്ടി സൈക്കിളിൽ പോകുന്ന ഈ ഒരു ദൃശ്യം കൂടി ലഭിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ച് ആ ഭാഗങ്ങളിലെല്ലാം പോലീസ് തിരച്ചിൽ നടത്തി. പക്ഷേ ഈ സ്ഥലങ്ങളിൽ നിന്നും കുട്ടി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അതായത് 5 മണിക്കാണ് കുട്ടി വീട്ടിലെത്തേണ്ടത്. ഈ സമയം വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് മാതാപിതാക്കൾ കൂടുതൽ ടെൻഷൻ ആകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, പരാതി നൽകുന്നു. ഈ വിവിധ ഭാഗങ്ങളിലെല്ലാം കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും ഏറെ വൈകി ഇത്ര സമയമായിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതുവരെയും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ കുട്ടി പോകാനുള്ള സ്ഥലങ്ങളും ഇതെല്ലാമായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചത്. അതായത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ പോലീസ് നേരത്തെ പരിശോധന നടത്തി. പക്ഷേ ഇവിടെ നിന്നൊന്നും യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ല. ഈ ഒരു കല്ലൂർ ഭാഗത്ത് നിന്ന് കുട്ടി പോകുന്ന ഒരു CCTV ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. അതിനുശേഷം കുട്ടി എങ്ങോട്ട് പോയി എന്ന വിവരം ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 12 വയസ്സുകാരിയ തൻവി സീനിഷാണ് കാണാതായത്. ഈ സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. 5 മണിക്ക് വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് അച്ഛൻ ഇത്തരത്തിൽ സ്കൂളിലേക്ക് ചെന്ന് അന്വേഷിക്കുന്നത്. തുടർന്ന് കുട്ടി സ്കൂളിൽ നിന്ന് പോയി എന്ന വിവരം ലഭിക്കുന്നു. എന്നിട്ടും വീട്ടിലേക്ക് എത്താത്തതിനാലാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ഇപ്പോൾ പോലീസ് വിവിധ ഭാഗങ്ങൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ACPയുടെ നേതൃത്വത്തിലും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി പോകാനുള്ള സ്ഥലങ്ങളും കൂടാതെ ഈ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് പരിശോധന തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ 5 മണിക്ക് വീട്ടിലെത്താറുള്ളതാണ്. ഈ സമയവും കഴിഞ്ഞു, 1 മണിക്കൂറോളം പിന്നെയും കഴിഞ്ഞു. 6 മണിയോട് കൂടിയിട്ടും എത്തിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ പോലീസിനെ സമീപിച്ചതെന്ന് മനസ്സിലാക്കുന്നു മാതാപിതാക്കൾ. എത്ര ദൂരമുണ്ട് സ്കൂളിൽ നിന്ന് ഈ വീട്ടിലേക്ക്? അതിനിടയിൽ ഉള്ള ഒരു ദൃശ്യമാണല്ലോ ലഭിച്ചത്. ഇതിന് ശേഷമുള്ള ഏതെങ്കിലും CCTV ദൃശ്യങ്ങളോ മറ്റു ലഭ്യമായിട്ടുണ്ടോ? ഈ കല്ലൂർ ഭാഗത്തു നിന്നുള്ള ഒരു CCTV ദൃശ്യമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് കുട്ടി ഈ ഭാഗത്തൂടെ പോയിട്ടുണ്ട് എന്നുള്ള ദൃക്സാക്ഷികൾ നൽകിയ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. അപ്പോൾ ഈ കല്ലൂർ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സൈക്കിളിൽ യൂണിഫോം ധരിച്ചൊരു പെൺകുട്ടി, അതായത് ബാഗ് പുറത്തിട്ട് യൂണിഫോം ധരിച്ചൊരു പെൺകുട്ടി പോയ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുക. കൂടാതെ ഈ ഭാഗത്ത് ആ സമയത്തുള്ള കടകളിലൊക്കെ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ
സൈക്കിളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടു എന്നുള്ള ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയും പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കലൂർ ഭാഗത്തും കൂടാതെ ഈ പുതുവൈദ്യ ഭാഗത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കുട്ടി സൈക്കിളിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള മേഖലയെല്ലാം പോലീസ് പരിശോധന നടത്തുന്നത്. അതായത് ഇതുവരെയും ഇത്തരത്തിൽ പരിശോധന പുരോഗമിക്കുമ്പോൾ പോലും കുട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് വൈകുന്നേരം മുതൽ, അതായത് പരാതി ലഭിച്ച സമയം മുതൽ പോലീസ് വിവിധ ഭാഗങ്ങളിൽ അന്വേഷണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഈ ഒരു CCTV ദൃശ്യമല്ലാതെ, അതായത് കുട്ടി ഈ കലൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു CCTV ദൃശ്യമല്ലാതെ മറ്റൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോഴും ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൈക്കിളിൽ യൂണിഫോം ധരിച്ചാണ് അഞ്ജലി തുടരുക. ഇപ്പോൾ